Hello friends, welcome back to FullStack Solutions. Lead code problem number 2824 count pairs whose sum is less than target. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. Given a zero index integer array nums of length n and an integer target, return the number of pairs ij where 0 less than or equal to I less than j less than n and nums I plus nums j less than target. അതായത് ഇവിടെ നമുക്കൊരു ഇൻറ്റീജർ അരേയും ഒരു ടാർജറ്റും തന്നിട്ടുണ്ട്. അതിൽ റിട്ടേൺ ദ നമ്പർ ഓഫ് പേഴ്സ് വെയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ j ലെസ് ദാൻ n മീൻസ് ഇൻഡെക്സ് നമ്പർ 0 മുതൽ അവസാനത്തെ ഇൻഡെക്സ് വരെയുള്ള എലമെൻസിൽ നംസ് I പ്ലസ് നംസ് j ലെസ് ദാൻ ടാർജറ്റ്. അതായത് രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ ടാർജറ്റ് എലമെൻറ്റ് എത്രയാണോ എലമെൻ്റ് ആയിട്ട് ലെസ് ദാൻ ആണെങ്കിൽ, ചെറിയ എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ആ പെയറിൻ്റെ കൗണ്ടുകൾ എത്ര പേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം കൗണ്ട് എത്ര ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ലൂപ്പ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് എലമെൻസിലുള്ള രണ്ട് എലമെൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. ദെൻ കൗണ്ട് എടുത്തിട്ട് റിട്ടേൺ ചെയ്യും. കൗണ്ട് എന്നുള്ള ആ വേരിയബിൾ റിട്ടേൺ ചെയ്യും. അങ്ങനെ നമുക്ക് ബ്രൂട്ട് ഫംഗ്ഷനിൽ ഇൻറ്റീജർ അരേയും ടാർജറ്റും റിസീവ് ചെയ്യുന്നു. ദെൻ ആദ്യം ചെയ്യേണ്ടത് കൗണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം. ലെറ്റ് കൗണ്ട് as a 0, ദെൻ ഔട്ടർ ലൂപ്പ് let I as a 0, I less than nums dot length I increment. Then inner loop for let j assign I plus 1. അതായത് ഇൻഡെക്സ് നമ്പർ 0യും തൊട്ടടുത്തുള്ള ഇൻഡെക്സ് നമ്പർ 1ഉം തമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ലൂപ്പ്. ദെൻ j ലെസ് ദാൻ nums dot length j increment. ദെൻ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് if nums I plus nums j ലെസ് ദാൻ ടാർജറ്റ് ആണെങ്കിൽ കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യണം. രണ്ട് ലൂപ്പിന് ശേഷം ഈ കൗണ്ട് റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ 3 ആണ് വരുന്നത്.